ഹായ് വരുവാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുതായിട്ടൊന്ന് ലൊക്കേഷൻ മാറ്റി പിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അങ്ങനെ പോകും നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് അക്ഷയ് സോണൽ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് എക്സലൻസ് ആൻഡ് ഹ്യൂമൻ കോർപ്പറേറ്റ് സൊല്യൂഷൻസ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് പേടിപ്പെടുത്തുന്ന കാര്യമാണ്. പേടിപ്പെടുത്തുന്ന പറയുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഏറെ കുറേ ആൾക്കാർക്കും കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ജോബ്സ് ലൂസിങ് ഓഫ്, ലേ ഓഫ്, റിട്രെഞ്ച്മെൻറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത്. 8,000 പേരുടെ ജോലി ഒറക്കിൽ നിന്ന് പോകുന്നു. 8,000ങ്ങളുടെ ജോലി ആമസോണിൽ നിന്ന് പോകുന്നു. മെറ്റ 30% ഓഫ് വർക്ക് ഫോഴ്സിനെ കുറയ്ക്കാൻ പോകുന്നു. ഇൻഫോസിസ് ആൾക്കാരെ കട്ട് ഡൗൺ ചെയ്യുന്നു. TCS ആൾക്കാരെ കട്ട് ഡൗൺ ചെയ്യുന്നു. ഇങ്ങനത്തെ വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ റീസൺ? ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് AI എൻട്രിയാണ്. അതോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രീസിന് ബാധിക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണോ, അല്ലെങ്കിൽ അതിൻ്റെ റിപ്പർക്കഷൻ ആയിട്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? ആക്ച്വലി ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ്. AI ഒരുപാട് ജോബ്സിനെ റീപ്ലേസ് ചെയ്യല്ല ചെയ്യുന്നത്, ആക്ച്വലി ഫാസ്റ്റർ ആക്കുന്നതിൻ്റെ പുറത്ത് അപ്ഡേറ്റഡ് ആവാത്ത സ്കിൽ സെറ്റ്സ് പലതും നമുക്ക് നശിക്കാൻ പോവുകയാണ്. ഫോർ ഇൻസ്റ്റൻസ്, നമ്മളെല്ലാവരും യൂസ് ചെയ്ത് വരുന്ന കുറച്ച് ഫേമസ് ടൂൾസിനെ പറ്റിയിട്ട് ഞാൻ പറയാം, സോ ദാറ്റ് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ക്ലോഡ്, ChatGPT, ജെമിനായി, പിന്നെ കുറച്ചും കൂടെ ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ടൂളുണ്ട് നോട്ട്ബുക്ക് LLM, പിന്നെ പെർപ്ലെക്സിറ്റി. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഒരുപാട് ക്ലറിക്കൽ ടാസ്കുകൾ ശരിക്കും പറഞ്ഞാൽ മാറി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ന് നമ്മൾ മെയിൽ അയക്കാൻ നേരത്ത് നമ്മൾ ആക്ച്വലി പോയിട്ട് നേരെ ടൈപ്പ് ചെയ്യല്ല ചെയ്യുന്നത്. നമ്മൾ നേരെ എൻ്റെ കോൺടെക്സ്റ്റ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു AI എഞ്ചിന് കൊടുക്കും അല്ലേ. കൊടുത്തിട്ട് നമ്മൾ പറയും യുനോ ഹെൽപ്പ് മീ റൈറ്റ് എൻ ഇമെയിൽ ടു മൈ ഓഫീസർ ഫോർ സോ ആൻഡ് സോ റീസൺ, അല്ലെങ്കിൽ ഹെൽപ്പ് മീ ഡ്രാഫ്റ്റ് എ ലെറ്റർ, അല്ലെങ്കിൽ ഹെൽപ്പ് മീ ഡ്രാഫ്റ്റ് എ നോട്ടീസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോർമലി ഇതൊക്കെ AI എഞ്ചിൻസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ കാരണം കൊണ്ട് 10 പേര് ചെയ്യേണ്ട ജോലി 2 പേരെ വെച്ച് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ 20 പേരെ വെച്ച് ചെയ്യുന്ന ജോലി ഒരു 5-6 പേരെ വെച്ച് ചെയ്താൽ മതിയാവും. ഇതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡ്രാസ്റ്റിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു AI സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ മാൻ പവർ കോസ്റ്റ്, അതായത് ആൾക്കാരെ ഹയർ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് നല്ല രീതിയിൽ കുറവാകുകയും വർക്ക് ഫോഴ്സിൻ്റെ എണ്ണം ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു മേജർ ഫാക്ടറുണ്ട്. വാട്ട് ഈസ് ഹെൽപ്പിംഗ് ദി ഓർഗനൈസേഷൻസ് കട്ട് ദ കോസ്റ്റ്, അല്ലെങ്കിൽ വൈ ആർ സം പീപ്പിൾ ബീങ് റീപ്ലേസ്ഡ്, അല്ലേ? കുറച്ച് പേര് മാത്രം എന്തുകൊണ്ടാണ് റീപ്ലേസ്ഡ് ആവുന്നത്? AI വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജോലി പോകണ്ടേ? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൂടെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എല്ലാവരുടെയും ജോലി പോകണ്ടേ? പക്ഷേ എല്ലാവരുടെയും ജോലി പോകുന്നില്ലല്ലോ. കുറച്ച് പേര് റീറ്റൈൻഡ് ആണ്. നമ്മുടെ ചാൾസ് ഡാർവിൻ്റെ വലിയൊരു തിയറി ഉണ്ടല്ലേ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. യെസ്, എക്സാക്ട്ലി ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ. സ്കിൽ വൈസ് അപ്ഡേറ്റഡ് ആകാതെ, ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ട് അപ്ഡേറ്റഡ് ആവാതെ, പുതിയ ടൂൾസിനെ പറ്റിയിട്ട് അപ്ഡേറ്റഡ് ആവാതെ ഇരിക്കുന്നവർക്കാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ എങ്ങനെ നമ്മുടെ ആൾക്കാർ പ്രിപ്പയർഡ് ആവണം എന്നാണ് പറയുന്നത്. ബി വെരി 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 ഫോക്കസ്ഡ് അബൌട്ട് സ്കില്ലിങ് അപ്പ്. അപ്സ്കിൽഡ് ആവുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് പ്രിപ്പയർഡ് ആവണം. ഓക്കെ, ഇതിൻ്റെ ഒരു നല്ല വശം കൂടെ ഉണ്ട് കേട്ടോ. വാർ സെനാരിയോ, അല്ലെങ്കിൽ ഗ്ലോബൽ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ക്രൈസിസ്, ഇപ്പം നടക്കുന്ന ഈ ഒരു യുദ്ധത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ടോട്ടാലിറ്റിയിലുള്ളൊരു ഗ്ലോബൽ ക്രൈസിസ് ഉണ്ട് കേട്ടോ, ഫിനാൻഷ്യലി. അത് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു ടോട്ടാലിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം എക്കണോമിക്കലി കുറച്ചും കൂടെ ചീപ്പറായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇൻഡസ്ട്രീസ് ഒരുപാട് വരുന്നുണ്ട്, റൈറ്റ്? ഇന്ത്യ, ഫിലിപ്പീൻസ്, ആഫ്രിക്ക, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക്, ചൈനയിലേക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് മാറിയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയുടെ ഇഷ്യൂസ് കാരണം ചൈനയിൽ നിന്ന് ഒരുപാട് പേര് പിന്നിലോട്ട് വന്നു. ഇങ്ങനെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും അനേക കമ്പനികൾ അടുത്തൊരു 3-4 വർഷത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഇസ് ഫോർ ഷുവർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പല ഫോറിൻ സ്ഥലങ്ങളിലും എംപ്ലോയീസിൻ്റെ കോസ്റ്റിനെ കാട്ടിയും വളരെ കുറവാണ് ഇന്ത്യയിൽ. ഫോർ ഇൻസ്റ്റൻസ്, നമ്മൾ ഒരാളെ 2,000 പൗണ്ട് കൊടുത്തിട്ടാണ് UK ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ സെയിം ആൾക്ക് നമുക്ക് ഇവിടെ ഒരു 150 അല്ലെങ്കിൽ 200 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയ് ചെയ്യാൻ പറ്റും. കേൾക്കുമ്പോൾ ചിലപ്പം ഞെട്ടലായിരിക്കുമോ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഉണ്ട്.
ആക്ച്വലി ഇന്ത്യയിലാണ് ഏറ്റവും കുറഞ്ഞ വേജസിൽ ആൾക്കാർ ഇത്രയും വർക്ക് ചെയ്യാനായിട്ട് റെഡിയാകുന്നത്, അപ്പാർട്ട് ഫ്രം ഫിലിപ്പീൻസ് ആൻഡ് ഈ പറയുന്ന എന്താ പറയുക ചൈനയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഇന്ന് ഇവിടെ ഇപ്പോഴും 15,000 13,000 രൂപയ്ക്ക് വർക്ക് ചെയ്യാനുള്ള വർക്ക് ഫോഴ്സ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തിൽ അവൈലബിൾ ആണ്. ഈ ഹൗസ് മെയ്ഡുകളൊക്കെ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2,500 രൂപയ്ക്ക് അല്ലെങ്കിൽ 3,000 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് പണിയെടുക്കും. അപ്പോൾ ഇമാജിൻ, അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വേജ് സെനാറിയോ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എടുത്തൊരു ലേബർ കോഡിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ആ വർക്ക്ഷോപ്പിൽ ഈ പറയുന്ന കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയ്ക്ക് മാറ്റാം. ആ സംഭവം മിസ് ചെയ്തവർക്ക് ഞങ്ങൾ വീണ്ടും ഇതിൻ്റെ കോഴ്സസ് ആയിട്ട് ഓൺലൈനിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ ഈ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. സോ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന മൈഗ്രേഷൻ ഉണ്ടാകുന്നിടത്തോടെ ജോബ് സെനാറിയോസ് കൂടും, ജോലികൾ കൂടും. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന ക്രൈസിസ് പോലെയല്ല, കമ്പനികൾ ഇവിടെ വരും. പക്ഷെ കമ്പനികൾ ഇവിടെ വന്നാൽ ഇവിടെ സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, അപ്സ്കിൽ യുവർ സെൽഫ്, ലേൺ ടു യൂസ് ദ ടൂൾസ്. നമ്മൾ ജെമിനി വെച്ചിട്ട് പടം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്, ChatGPT വെച്ച് പടം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്, അല്ലെങ്കിൽ പല പല AI ടൂൾസ് വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും ഉണ്ടാക്കാൻ നോക്കുന്നത് പോലെ ജോലിക്ക് വേണ്ട സ്കിൽ സെറ്റ്സ് ആയിട്ട് പഠിക്കുക. ഡെവലപ്പേഴ്സിന് വെറും ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് ആയിരിക്കില്ല. ഡെവലപ്പേഴ്സ് ആക്ച്വലി വുഡ് ബി AI ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് ആയിരിക്കും, AI ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് ആയിരിക്കും. സ്ക്രം മാസ്റ്റേഴ്സ് ആക്ച്വലി AI സ്ക്രം മാസ്റ്റേഴ്സ് ആയിരിക്കും. നോർമൽ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കില്ല, AI അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ജിറ അല്ലെങ്കിൽ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ജിറ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഹയർ ചെയ്യാറുണ്ട്, PMOs എന്ന് പറഞ്ഞ് ഹയർ ചെയ്യാണ്. ഇനി ഇവരുടെയൊക്കെ പേരിന് മുമ്പ് AI എന്ന് പറയുന്ന ഒരു വാക്കും കൂടെ വരും, അല്ലെങ്കിൽ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു വാക്കും കൂടെ വരും. ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ടു ദി ഇൻഡസ്ട്രി. ഇതാണ് ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജെമിനയും ChatGPTയും അല്ലെങ്കിൽ ക്ലോഡും മാത്രമാണ് AI ടൂൾസ് എന്ന് ധരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ആ മൈൻഡ് സെറ്റ് തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക. ഗെറ്റ് ഡൗൺ ടു ദി ഇൻ്റർനെറ്റ് ആൻഡ് റീസെർച്ച്. ഇൻ്റർനെറ്റിൽ പോയിട്ട് റീസെർച്ച് ചെയ്യുക, എന്തൊക്കെ ടൂൾസാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസിനാണ് ഉപയോഗിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു AI ടൂൾ അല്ല നമ്മൾ ഒരു കാര്യത്തിന് യൂസ് ചെയ്യുന്നത്. പല AI ടൂൾസ് നമ്മൾ പല ആക്ടിവിറ്റീസിനാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ക്ലോഡ് നമ്മൾ കോഡിങ്ങിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോപ്പൈലറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വേറെ കുറേ കാര്യങ്ങൾക്കായിരിക്കും. കോപ്പൈലറ്റ് മൈക്രോസോഫ്റ്റ് സ്യൂട്ടിൻ്റെ കൂടെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. ജെമിനി ഓൺ ദ അതർ ഹാൻഡ് ഗൂഗിൾ പ്രോഡക്ട്സിൻ്റെ കൂടെയും റിട്ടേൺ കാര്യങ്ങളിൽ കൂടെയും ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, ബിക്കോസ് ഗൂഗിളിൻ്റെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ആണല്ലോ, അതിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ChatGPT ഓൺ ദി അതർ ഹാൻഡ് സ്ട്രാറ്റജീസിനും ഇൻഫർമേഷൻസിനും ഒരു നല്ലൊരു പ്രപ്പോസൽ അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യാനും സഹായിക്കും. പെർപ്ലെക്സിറ്റി നല്ല ആർട്ടിക്കിൾസ് എടുക്കാനും പഠിക്കുന്ന കാര്യങ്ങൾക്ക് പെർപ്ലെക്സിറ്റി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്, റൈറ്റ്? അപ്പം അതിനെ പറ്റിയിട്ട് കൂടുതൽ റീസെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ആ സൈഡിൽ സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കുക. നിങ്ങളിപ്പോൾ ഒരു AI ഹ്യൂമൻ റിസോഴ്സ് മാനേജറായിട്ട് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, AI ഡെവലപ്പറായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക, AI ബേസ്ഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് മാറാൻ ശ്രമിക്കുക, AI ബേസ്ഡ് ആയിട്ടുള്ള പ്രോബബ്ലി ഓപ്പറേഷൻസ് പേഴ്സൺ ആയിട്ട് മാറാൻ ശ്രമിക്കുക. നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, എൻ്റെ ജോലി എന്തായാലും പോകത്തില്ല, റൈറ്റ്? എന്തിനാ എൻ്റെ ജോലി എങ്ങനെ പോകാനാ, ഞാൻ ഇന്ന ആളുമായിട്ടല്ലേ ഡീൽ ചെയ്യുന്നത്. ഒരു കാര്യം ശരിയാണ്, ഇഫ് ദി എൻഡ് കൺസ്യൂമർ ഇസ് എ ഹ്യൂമൻ ബീയിങ്. എൻഡ് കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസിൻ്റെ അവസാന അറ്റം എന്ന് പറയുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവിടെ മനുഷ്യനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു മെഷീനിന് മാത്രം വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ എ വെയിറ്റർ അറ്റ് എ ഹോട്ടൽ, അല്ലേ, ഒരു ഹോട്ടലിൻ്റെ വെയിറ്റർ ആണെങ്കിൽ ചുമ്മാ AI എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. AI യൂസ് ചെയ്ത് വെയിറ്ററിൻ്റെ ജോലി കുറെ കൂടെ എളുപ്പമാക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ വെയിറ്ററിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, റൈറ്റ്? അത് പറഞ്ഞതുപോലെ ഒരു ഹ്യൂമൻ റീപ്ലേസ്മെന്റ് ഉണ്ടാകത്തില്ല. ദാറ്റ്സ് നെവർ ഗോയിങ് ടു ഹാപ്പൻ, ബിക്കോസ് എൻഡ് പ്രോഡക്റ്റ് ഹ്യൂമൻസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ സർവീസിൻ്റെ എൻഡ് യൂസർ ഹ്യൂമൻസ് ആയതുകൊണ്ട്. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഇതുവരെ ടെക്നിക്കലി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ടെക്നിക്കലി അപ്ഡേറ്റ് യുവർ സെൽഫ്. നിങ്ങൾക്കൊരു MBA ഉണ്ടായതുകൊണ്ടോ നിങ്ങൾക്കൊരു MCOMോ MPhilോ ഇതൊക്കെ മാത്രം കൊണ്ട് നിങ്ങൾക്ക് ഇനി സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, ഇഷ്ടംപോലെ ഡിഗ്രീസ് കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. നൗ ഇസ് ദ എറ ഓഫ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഗോ ലേൺ സ്റ്റഫ്, ബി പ്രിപ്പയർഡ്. ഇപ്പോഴും എന്താ പറയുന്നത്, ഇന്നത് പഠിച്ച സ്കോപ്പ് ഉണ്ടാവുമോ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സാപ്പ് പഠിച്ചാൽ സ്കോപ്പ് കൂടുമോ, പവർ BI പഠിച്ച സ്കോപ്പ് കൂടുമോ, ഈവൻ ഓഡു പഠിച്ച സ്കോപ്പ് കൂടുമോ, ഇങ്ങനത്തെ ഒരുപാട് ടൂൾസ് പഠിച്ച സ്കോപ്പ് കൂടുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഇത് മാത്രം പഠിച്ചാൽ സ്കോപ്പ് കൂടത്തില്ല. ജോലിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്കോപ്പല്ല, ജോലിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പാഷനാണ്. പാഷനുള്ള ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ യു വിൽ എക്സൽ ഫോർ ഷുവർ.
ഒരു കാര്യം പഠിച്ചതുകൊണ്ട് അവിടെ സ്കോപ്പ് ഉണ്ടാവണമെന്നില്ല, റൈറ്റ്? ഒരുപാട് എന്താ പറയുന്ന ചെറിയ ചെറിയ ജോലികളുണ്ട് വിച്ച് ഇസ് ഹൈലി ഡിമാൻഡിങ് ഇൻ ദ ഇൻഡസ്ട്രി. ഇവിടെ നമുക്ക് ആൾക്കാരെ കിട്ടാനില്ല. സോ എനിക്ക് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം. അപ്ഡേറ്റ്, അപ്സ്കിൽ ആൻഡ് പ്രോസ്പർ. അപ്ഡേറ്റ് ചെയ്ത് അപ്സ്കിൽ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി എങ്ങും പോകാൻ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ബിക്കോസ് എ ഐ ഇസ് നോട്ട് റിപ്ലേസിങ് വർക്ക് ഫോഴ്സ്, എ ഐ ഇസ് ആക്ച്വലി ഇവോൾവിങ് ദ വർക്ക് ഫോഴ്സ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.